അഖിലിനെ എവിടെ വെച്ചാ ഫസ്റ്റ് ടൈം കാണുന്നത്? ഗണപതി അമ്പലത്തിൽ വെച്ച്. അപ്പം ഞാനിത് നേരത്തെ പറയുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളടുത്ത്, ഗണപതി കാണിച്ചു തരും. അപ്പം ഞങ്ങളിങ്ങനെ അവിചാരിതമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറവും ഇപ്പുറവും ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ മുടി ഫുള്ള് വളർത്തിയിട്ടേക്ക് എൻ്റെ ബാക്കിൽ. അപ്പം ഇവള് നേരത്തെ മുടി വളർത്തിയ ആരെയോ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു മാസം കൊണ്ട് അങ്ങ് സ്വപ്നം കാണുക. അവള് പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യം ഞാൻ അവിടെ ഗണപതിയുടെ മുമ്പിൽ വന്നിരുന്ന് അങ്ങ് ചോദിക്കുക, ആരാ ഗണപതി, മുഖം ഒന്ന് കാണിയില്ല, പുറകെ കാണിക്കുന്നുള്ളൂ, ഒന്ന് തിരി. അപ്പൊ ഇവള് ഈ സ്വപ്നം കാണുന്നുണ്ട്. ഇവളുടെ അടുത്താണ് ഞാൻ വന്ന് നിന്നത്. അപ്പൊ ഇവൾ എന്നെ നോക്കി. അപ്പൊ നമ്മുടെ അടുത്ത് സ്വാഭാവികമായിട്ട് ഒരു 18 വയസ്സുള്ള പെണ്ണ് വന്ന് നമ്മളെ എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ഇത് നേരിട്ട് കണ്ടേ. അല്ല, ഈ സ്വപ്നത്തെ റിയാലിറ്റി കാണുവാണല്ലോ. അപ്പം അയ്യപ്പന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ്, അയ്യപ്പ സൈഡ് ഇതുണ്ടല്ലോ, അയ്യപ്പനെ തൊഴുന്നു, ഞാൻ ഗണപതിയെ തൊഴുന്നു. ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നത് എൻ്റെ അടുത്ത് വന്ന് തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടി നോക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നു. അപ്പോഴും ഞങ്ങൾ മിണ്ടിയെ കറയൊന്നും ചെയ്യില്ല. അതിനുശേഷം ഇവരുടെ അമ്മ ഇവരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒരു വീടിൻ്റെ പണി മുടങ്ങി കിടക്കുന്നു. അപ്പം ഞാനില്ല, ഇങ്ങനെ നാട്ടിൽ അത്യാവശ്യം ചട്ടമ്പിയായിട്ട് നടക്കുമെന്നല്ല. അപ്പം ഇവരുടെ അമ്മ വക്കീൽ വന്നല്ലോ. അപ്പോൾ എന്നെ ബന്ധപ്പെടുന്നു. അങ്ങനെ ഞാൻ ഇവരെ കാണാൻ വേണ്ടി വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇവളാണ് വഴി പറഞ്ഞു തരാൻ വേണ്ടി ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി പോന്നു, അങ്ങനെ പരിചയപ്പെടുന്നു. പിന്നെ ഈ ഇവളുടെ അമ്മ ഇരുന്നിട്ട് ആ പയ്യൻ കൊള്ളാം, അവനെ നമുക്ക് മരുമോനാക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ പ്ലാൻ ഭയങ്കര ദീർഘവീക്ഷണമുള്ള മറ്റേ ക്രാന്ത ദാർശനികതയുടെ അങ്ങേ അറ്റമായുള്ള അമ്മ. അന്ന് ഗണപതി അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ ഒരു അണ്ണനെ കണ്ടു, സ്വപ്നത്തിൽ കണ്ട അണ്ണനാ. അതുകൊണ്ട് ഞാനും ഇങ്ങനെ പറഞ്ഞു. അതെല്ലാം അവിടെ വെച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിലായി.